ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കാൻ ഒമാൻ UK പങ്കാളിത്തം. എയർ ഇന്ത്യ എക്സ്പ്രസ് പശ്ചിമേഷ്യൻ സർവീസുകൾ സാധാരണ നിലയിലേക്ക്. ഹല്ലാനിയ ദ്വീപിന് സമീപം കപ്പലപകടം. എണ്ണച്ചോർച്ചയില്ലെന്ന് സ്ഥിരീകരിച്ച് ഒമാൻ പരിസ്ഥിതി അതോറിറ്റി. വടക്കൻ ഷെർക്കയിൽ സിഗരറ്റും പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. മേഖലയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒമാനും UKയും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ബന്ധം കൂടുതൽ ശക്തമാകുന്നു. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത സുരക്ഷ ഉറപ്പാക്കാൻ ഇരു രാജ്യങ്ങളും സംയുക്തമായി തീരുമാനിച്ചു. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുമായി കൂടിക്കാഴ്ച നടത്തി. ഇതിനു പുറമെ ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയും UK വിദേശകാര്യ സെക്രട്ടറി ഇവറ്റ് കൂപ്പറും കൂടിക്കാഴ്ച നടന്നു. ഇരു സൗഹൃദ രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല ചരിത്രപരമായ ബന്ധം കൂടിക്കാഴ്ചയിൽ അവലോകനം ചെയ്തു. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ പുരോഗതിക്കും ഐക്യത്തിനും ഉതകുന്ന രീതിയിൽ വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കുന്നതിനെക്കുറിച്ചും തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിനെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. സലാലയിലേക്കും കുവൈത്തിലേക്കുമുള്ള വിമാന സർവീസുകൾ കൂടി പുനരാരംഭിക്കുന്നതോടെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പശ്ചിമേഷ്യൻ ശൃംഖലയിലെ എല്ലാ സർവീസുകളും പൂർവ്വസ്ഥിതിയിലേക്ക്. കോഴിക്കോട് കുവൈത്ത് സർവീസുകൾ വെള്ളിയാഴ്ച മുതലും ബാംഗ്ലൂരു കുവൈത്ത് സർവീസുകൾ ശനിയാഴ്ച മുതലും പുനരാരംഭിക്കും. വരും ദിവസങ്ങളിൽ ഘട്ടം ഘട്ടമായി സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കോഴിക്കോട് സലാല സർവീസ് പുനരാരംഭിക്കുന്നത്. ഈ സെക്ടറിൽ ആഴ്ചയിൽ 2 ദിവസങ്ങളിൽ സർവീസ് നടത്തും. കോഴിക്കോട് സലാല സർവീസ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 11-ന് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:05-ന് സലാലയിലെത്തും. തിരിച്ച് ഇതേ ദിവസങ്ങളിൽ സലാലയിൽ നിന്ന് ഉച്ചയ്ക്ക് 2:15-ന് പുറപ്പെടുന്ന സർവീസ് രാത്രി 7:45-ന് കോഴിക്കോടെത്തും. ദോഫാറിൽ ഷാംലി ഹല്ലാനിയ ദ്വീപ് വിലായത്തിലെ കിബ്ലിയ ദ്വീപിന് സമീപം വിദേശ ചരക്കുകപ്പൽ മണലിൽ ഉറച്ചതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ നിലവിൽ സമുദ്രത്തിൽ എണ്ണച്ചോർച്ചയോ മലിനീകരണമോ ഇല്ലെന്ന് ഒമാൻ പരിസ്ഥിതി അതോറിറ്റി വ്യക്തമാക്കി. പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഹല്ലാനിയ ദ്വീപുകളുടെ ബഫർ സോണിലാണ് അപകടം നടന്നത്. സംഭവത്തെ തുടർന്ന് ബുധനാഴ്ച ദോഫാർ ഗവർണറേറ്റിലെ പരിസ്ഥിതി ഡയറക്ടറേറ്റ് ജനറലിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധരുടെ സംഘം കപ്പൽ സന്ദർശിക്കുകയും പരിസര പ്രദേശങ്ങളിൽ നിന്ന് ജല സാമ്പിളുകൾ ശേഖരിച്ച് ലാബ് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. ഈ പരിശോധനയിലാണ് എണ്ണച്ചോർച്ചയുടെ സാന്നിധ്യമില്ലെന്ന് വ്യക്തമായത്. വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത സിഗരറ്റുകളും പുകയില ഉൽപ്പന്നങ്ങളും ഒമാൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി പിടിച്ചെടുത്തു. വിവിധ സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് സിനാവ് ഓഫീസിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. വിപണിയിൽ വിൽപ്പന നിരോധിച്ച 34 പാക്കറ്റ് സിഗരറ്റുകൾ, 118 ബാഗ് ചവക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ, 11 പാക്കറ്റ് ജിപ്സം സാമഗ്രികൾ എന്നിവയാണ് അധികൃതർ പിടിച്ചെടുത്തത്. നിയമവിരുദ്ധമായി വിപണിയിലെത്തിച്ച ഈ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും പിടിച്ചെടുക്കുകയും നിയമലംഘകർക്കെതിരെ കർശന നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തതായി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി വ്യക്തമാക്കി. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.